ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അതായത് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ചാനലിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ കാറ്റഗറിക്ക് തിരികൊളുത്തുകയാണ്. ഇനി അങ്ങോട്ട് തൃശ്ശൂർ പൂരമായിരിക്കും. എന്തായാലും അതൊക്കെ പോട്ടെ, നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഓപ്പോയുടെ A5 എന്നൊരു ഹാൻഡ്സെറ്റ് ആണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു ഹാൻഡ്സെറ്റ് ആണ്. ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് വരുമ്പോൾ 17,990 രൂപയാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. പിന്നീട് ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയുവാണെങ്കിൽ 13+12 MB ഡ്യുവൽ ക്യാമറയാണ് റിയർ വരുന്നത്. പിന്നീട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് 8 MB ആണ് ഇതിൻ്റെ ഫ്രണ്ട്. ഓപ്പോ സെൽഫി എക്സ്പേർട്ട് ആണ്, എന്നാലും 8 MB ഒക്കെ അത്യാവശ്യം ആ റേഞ്ചിൽ ഓക്കെ ആയിരിക്കാം. പിന്നീട് ഇതിൻ്റെ ബാറ്ററി അത്യാവശ്യം വലിയ സൈസാണ്, 4230 mAh ഉണ്ട് ഇതിൻ്റെ ബാറ്ററി. പിന്നീട് ഇതിൻ്റെ ഒരു റാം എന്ന് പറയുന്നത് 4 GB, പിന്നീട് ഇന്റേണൽ മെമ്മറി 32 GB ആണ്. അത്യാവശ്യം നല്ല സൈസൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഫീച്ചേഴ്സും എല്ലാം ഉള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണിത്. ഓപ്പോ A5 എന്നാണ് ഇതിൻ്റെ ഒരു ബ്രാൻഡ് നെയിം. എന്തായാലും നമുക്ക് വൈകിപ്പിക്കേണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മച്ചാന്മാരെ ഒരു കാര്യം കൂടെ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് താമസിപ്പിക്കേണ്ട, വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഓപ്പോ ബ്രാൻഡിൻ്റെ A5 എന്ന ഒരു സ്മാർട്ട് ഫോൺ മോഡൽ. ഇത് ഓപ്പോയുടെ ഒരു പുത്തൻ മോഡൽ തന്നെയാണ്. ഓപ്പോയുടെ A5 എന്നൊരു സ്മാർട്ട് ഫോൺ മോഡലാണിത്. ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ പാക്കേജിങ്ങിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, അതായത് ഇതിൻ്റെ ബോക്സിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ബോക്സ് തന്നെയാണ് ഓപ്പോ ഇത് കവർ ചെയ്ത് വിട്ടിരിക്കുന്നത്. അത്യാവശ്യം സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം ഇത്രയും വലിയ എന്താ പറയുക ബോക്സൊക്കെ തന്നു വിട്ടിരിക്കുന്നത്. അതോ ഇതിൻ്റെ അകത്ത് വലിയ സാധനങ്ങളെല്ലാം ഉണ്ടോയെന്നറിയില്ല. ഓക്കെ, എന്തായാലും അത്യാവശ്യം വലിയ ബോക്സൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇത് മാർക്കറ്റ് പ്രൈസ് വരുമ്പോൾ 15,990 രൂപയാണ് ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ്. പിന്നീട് ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ 13+2 MB ഡ്യുവൽ ക്യാമറയാണ് റിയർ വരുന്നത്. പിന്നീട് ഫ്രണ്ട് ക്യാമറ 8 MB ആണ്. പിന്നെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 6.2 ഇഞ്ച് ഫുൾ വിഷൻ ആണ്. പിന്നീട് ബാറ്ററി 4230 mAh ഉണ്ട്. അത്യാവശ്യം വലിയ സൈസിൽ ഉള്ള ബാറ്ററിയാണ്. പിന്നീട് ഇതിൻ്റെ റാം എന്ന് പറയുന്നത് 4 GB ആണ്. പിന്നീട് 32 GB ഇൻറ്റേർണൽ മെമ്മറിയും. പിന്നീട് ഈ ഒരു നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഹാൻഡ്സെറ്റ് ഡയമണ്ട് ബ്ലൂ ആണ് ഇതിൻ്റെ കളർ. ഒരു മെറ്റാലിക് ഫിനിഷാണ് ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത്. നമുക്ക് ഫോട്ടോയിൽ തന്നെ കാണാം, ഒരു മെറ്റാലിക് ഫിനിഷാണ്. ഓക്കെ, അപ്പം നമുക്ക് താമസിപ്പിക്കാതെ ഇത് അൺബോക്സ് ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഓപ്പോ എന്ന് എഴുതിയിരിക്കുന്ന ഒരു കേസ് നമുക്ക് കാണാം. അതിനകത്ത് നമുക്ക് ലഭിക്കുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് കേസും ട്രാൻസ്പെറൻറ്റ് ഫോൺ കേസും പിന്നീട് വാറൻറ്റി കാർഡും യൂസർ ഗൈഡുമാണ്. അപ്പം ഇതാണ് നമ്മുടെ ഓപ്പോയുടെ A5 ഹാൻഡ്സെറ്റ്. പിന്നീട് ഇതിനകത്ത് നമുക്ക് ഒരു സാധാരണ ബാറ്ററി അഡാപ്റ്റർ ഉണ്ട്, ചാർജിങ് അഡാപ്റ്റർ ഉണ്ട്. ഫാസ്റ്റ് ചാർജിങ് അല്ല, അൾട്രാ ചാർജിങ് അല്ല, സാധാരണ ഒരു ബാറ്ററി ചാർജർ അഡാപ്റ്റർ തന്നെയാണ്. പിന്നീട് നമുക്കൊരു പോർട്ടബിൾ USB കേബിളും തരുന്നുണ്ട് ചാർജിങ്ങിനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഹാൻഡ്സെറ്റിൻ്റെ ഓപ്പണിങ്ങിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ ഓപ്പോയുടെ ഹാൻഡ്സെറ്റ്, ഓപ്പോ A5 എന്ന് പറയുന്നത്. ഇതിൻ്റെ ബോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഒരു സ്മൂത്ത് ഫിനിഷിംഗ് ആണ് ഓപ്പോ കാഴ്ചവെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ പുറകുവശം നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു ഡയമണ്ട് ഫിനിഷ്, ഒരു മെറ്റാലിക് ഫിനിഷാണ് വന്നിരിക്കുന്നത്. ഒരു ഡയമണ്ട് ലുക്കൊക്കെ ഉണ്ട്. നല്ല മെറ്റാലിക് ഫിനിഷ്, സ്മൂത്ത് ആയിട്ടാണ് ഓപ്പോ കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നീട് അവരുടെ ഓപ്പോ എന്നുള്ളൊരു ആ റൈറ്റിംഗ് കൂടെ കണ്ടാൽ നമ്മൾ വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ് നമ്മുടെ ഓപ്പോ A5ൻ്റെ ഒരു ബോഡി എന്ന് പറയുക. ഇത് ഫുൾ സ്ക്രീനാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇത് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യാം. പിന്നീട് ഇതിന് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബോട്ടമിലാണ് ഇതിൻ്റെ ഒരു ചാർജിങ്ങിൻ്റെ
ഒരു പോർട്ട്. പിന്നീട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്പീക്കറും റൈറ്റ് സൈഡിൽ 3.5mm ഓഡിയോ ജാക്കിൻ്റെ ഒരു ഹോളും ആണുള്ളത്. പിന്നീട് നടുക്കൊരു മൈക്കും ഉണ്ട്. ഇതിൻ്റെ സൈഡിൽ നമുക്ക് കാണാം, സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഒരു സിം സ്ലോട്ട് വരുന്നത്. ഡ്യുവൽ സിം പ്ലസ് മൈക്രോ SD ആണുള്ളത്. ഓക്കെ, നമ്മുടെ ഹാൻഡ്സെറ്റ് ഓപ്പൺ ആയി, ഹാൻഡ്സെറ്റ് സ്വിച്ച് ഓൺ ആയി. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസിലേക്ക് ഇറക്കാം. സൈൻ ഇൻ ഒക്കെ നേരത്തെ ചെയ്തായിരുന്നു, നമ്മൾ ഷോപ്പ് ചെയ്തപ്പോഴേ അവർ ചെയ്തു തന്നായിരുന്നു. ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് പുറകിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12MP + 13MP ഡ്യുവൽ ക്യാമറയാണ് വിത്ത് LED ഫ്ലാഷ്. പിന്നീട് ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ 8MP ആണ് ഫ്രണ്ട് ക്യാമറ, 8MP ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയൊരു മൈനസ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് ഫ്രണ്ട് ഫ്ലാഷ് ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു മൈനസ് പോയിന്റ്. ഇതിന് ഫ്രണ്ട് ഫ്ലാഷ് ഇല്ല. പിന്നീട് ഫുൾ വ്യൂ ആണ്. നമുക്ക് ഹോം സ്ക്രീനിലേക്ക് പോയാൽ കാണാം, ഒറ്റ നോട്ടത്തിൽ iPhone 10 ആണെന്നേ പറയത്തുള്ളൂ. കാരണം ഒപ്പം അതുപോലത്തെ ഫിനിഷിംഗ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തോന്നും ഇതൊരു iPhone 10 ആണെന്ന്. പക്ഷെ പുറകിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓപ്പോയുടെ ഒരു ഹാൻഡ്സെറ്റ് ആണെന്ന്. പിന്നീട് നമുക്ക് പുറകിൽ കാണാൻ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ട്. പിന്നീട് ഇതിനൊരു ഫേസ് ID ലോക്കും ഉണ്ട്. ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറയുന്നത് 8.1 ഓറിയോ ആണ്. നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. പിന്നീട് ഇത് Oppo A5 ഹാൻഡ്സെറ്റ് മോഡൽ. പിന്നീട് മോഡൽ നമ്പർ CPH1809, RAM 4GB, ഡിവൈസ് സ്റ്റോറേജ് 32, 19.8GB ആണ് അവൈലബിൾ. ബാക്കി നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ ആപ്ലിക്കേഷൻസിനെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞു. ഓഗസ്റ്റ് 2018 ഇതിൻ്റെ ഒരു പാച്ച് ലെവൽ മോഡൽ എന്ന് പറയുന്നത്. പിന്നീട് ഇതിൻ്റെ നമുക്കറിയാം, ഞാൻ പറഞ്ഞിരുന്നു സൈഡിലാണ് ഇതിൻ്റെ ഒരു സിം സ്ലോട്ട് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു കവറൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിനകത്ത് ജസ്റ്റ് ഒരു ഓപ്പണിംഗ് ടൂൾ മാത്രമേ ഉള്ളൂ, സിം ടൂൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു സിം ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ സിം പോർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. മൈക്രോ SD പ്ലസ് നാനോ സിം പ്ലസ് 2 ഡ്യുവൽ സിം പ്ലസ് മൈക്രോ SD ആണ് വരുന്നത്. ഒരു മൈക്രോ SD 2 നാനോ സിമ്മുമാണ്, മൈക്രോ അല്ല നാനോ സിമ്മുമാണ് വരുന്നത് ഇതിൻ്റെ സിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വളരെ നല്ലൊരു ഫോൺ തന്നെയാണ്. ഏകദേശം ഒരു iPhone 10 ലുക്കൊക്കെ വരും. മാർക്കറ്റ് പ്രൈസ് ഞാൻ പറഞ്ഞിരുന്നു, ഏകദേശം 16,000 rupees ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 8.0 ഓറിയോ ആണ്. പിന്നീട് ഇതിന് നമുക്ക് ഞാൻ കാണിക്കാം ഫിംഗർ പ്രിൻറ്റ് സെൻസർ, ഫേസ്, പാസ്വേഡ്. ഇതിന് പാറ്റേൺ ഇല്ലെന്നാണ് തോന്നുന്നത്. ഇതിന് ലോക്ക് സ്ക്രീന്, പാസ്വേഡും പിന്നീട് ഫിംഗർ പ്രിൻറ്റും ഫേസ് ഡിറ്റക്ഷനേ ഉള്ളൂ. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ജസ്റ്റ് ഒന്ന് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം വളരെ നല്ലതായിട്ടൊക്കെ സെൻസ് ആവുന്നുണ്ട്. ഓക്കെ, എൻ്റെ ഇടത്തെ ചൂണ്ടുവിരൽ നമ്മൾ എന്താ പറയുക ഇൻസേർട്ട് ചെയ്തു, നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. യെസ്, നന്നായിട്ട് തന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റിങ് വർക്ക് ആവുന്നുണ്ട്. ഒന്നുകൂടെ കാണിക്കാം, കണ്ടോളൂ. ഓപ്പൺ ചെയ്തു. യെസ്, നല്ല മനോഹരമായ നല്ല ക്വാളിറ്റി സെൻസിങ് ആണ് ഇതിൻ്റെ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസിങ്ങിനുള്ളത്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ തിന്നും സ്മൂത്തും ആയിട്ടുള്ള ബോഡിയാണ് നമ്മുടെ ഓപ്പോയുടെ ഈ A5 ഉള്ളത്. വളരെ നല്ലൊരു ഹാൻഡ്സെറ്റ് തന്നെയാണ്. ഇതിന് ഫേസ് ലോക്ക് ഉണ്ട്. ഫേസ് ലോക്ക് ഇപ്പം ഞാൻ ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല. ഫേസ് ലോക്ക് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിലൊക്കെ കാണിക്കാൻ പറ്റും. പിന്നീട് ഇതിന് ബിൽഡ് ഇൻ ആപ്ലിക്കേഷൻസ് ഉണ്ട്.
സ്പെഷ്യലായിട്ട് മെനുവായിട്ടൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഈ ഒരു സ്ക്രീനുകളിലാണ് വരുന്നത്, അല്ലാതെ വേറെ ഇതൊന്നുമില്ല. പിന്നീട് നമുക്ക് സ്മാർട്ട് അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, എന്താണെന്ന് അറിയില്ല, നോക്കിയിട്ടില്ല. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ ക്യാമറ നമുക്ക് ഇതിൽ ടൈംലാപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനൂടെ ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ടൈംലാപ്സ് എന്ന് പറഞ്ഞ മോഡിലൂടെ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്യുവാണ്. ഇതായിപ്പം ജസ്റ്റ് ഞാൻ കുറച്ച് ജസ്റ്റേഴ്സ് ഒക്കെ കാണിക്കുവാണ്. നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണിത്. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. ഇനി നമ്മളെടുത്ത ആ ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. അതാണ് ടൈംലാപ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് 1 സെക്കൻഡിനെ 0.1 സെക്കൻഡായി കൺവേർട്ട് ചെയ്യും. പിന്നീട് നമുക്ക് വീഡിയോ, ഫോട്ടോ, പോർട്രേറ്റ് മോഡ് ഉണ്ട്, അതായത് ഓട്ടോ ഫോക്കസ്, ലൈവ് ഫോക്കസ് ഉണ്ട്. പക്ഷെ ലൈവ് ഫോക്കസ് അത്ര എഫക്റ്റീവ് അല്ല, ബാക്ക്ഗ്രൗണ്ട് അധികം ബ്ലർ ആവാറില്ല. പിന്നീട് സ്റ്റിക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, നമുക്കറിയാം അത്യാവശ്യം എല്ലാ ഫോണിലും ഉള്ളതാണ്. പിന്നീട് നമുക്ക് ഇതിൽ ലഭ്യമാകുന്നത് 4x ഒപ്റ്റിക്കൽ സൂമാണ് ഇതിൻ്റെ ക്യാമറയ്ക്കുള്ളത്. അപ്പോൾ ഈ ഫോണിൻ്റെ ഏകദേശം ഫീച്ചേഴ്സ് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ റിയർ ക്യാമറ എന്ന് പറയുന്നത് 13+2 MB ഡ്യുവൽ ക്യാമറയാണ്. ഫ്രണ്ട് വരുന്നത് 8 MBയും. പിന്നീട് 4GB + 32GB മെമ്മറി, 4230 mAh ബാറ്ററി. പിന്നീട് 6.2 ഇഞ്ച് ഫുൾ വിഷൻ സ്ക്രീനാണ് ഇതിന് വരുന്നത്. പിന്നീട് ഒരു മെറ്റാലിക് ഫിനിഷാണ് ഇതിൻ്റെ ബോഡി വരുന്നത്. പുറകിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെൻസിങ് ആണ്. പിന്നീട് പുറകിൽ ഒരു LED ഫ്ലാഷ്, സൈഡിൽ നേരത്തെ പറഞ്ഞ പോലെ സിം ടൂള്, സിപ്പോട്ട്. പിന്നീട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വോളിയം അപ്പും വോളിയം ഡൗണും. പിന്നീട് റൈറ്റ് സൈഡിൽ ഒരു ഓൺ ബട്ടണും. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ഓപ്പോ ഹാൻഡ്സെറ്റിൻ്റെ അൺബോക്സിങ് നമ്മൾ കഴിഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പോയുടെ A5 എന്നൊരു ഹാൻഡ്സെറ്റ്. വളരെ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഫീച്ചേഴ്സും എല്ലാം ഉള്ളതാണ്. ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസിങ് ആണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. വളരെ സെൻസിബിളും വളരെ കംഫർട്ടബിളുമാണ്. അതായത് ജസ്റ്റ് ഞാനൊരു കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ടച്ച് മതി, ജസ്റ്റ് ഒന്ന് മുട്ടിച്ചാൽ മതി, നല്ല അതുപോലെ കൃത്യം സെൻസിങ് ആണ്. പിന്നീട് ഇതിൻ്റെ സ്ക്രീൻ സൈസ് 6.2 ഇഞ്ചാണ്. 6.2 ഇഞ്ച് ആണെങ്കിലും ഫുൾ വിഷൻ ആണ്, അതുകൊണ്ട് ഫോണിന് സൈസ് ഇച്ചിരി കുറവായിരിക്കും. എന്തായാലും ഒറ്റ നോട്ടത്തിൽ iPhone 10 ആണെന്നേ പറയത്തുള്ളൂ. അതുപോലെ കൃത്യം iPhone 10ൻ്റെ ഒരു എന്താ പറയുക, സൈസും ഷേപ്പും വിഡ്ത്തും എല്ലാമാണ് ഓപ്പോ ഈ ഒരു ഹാൻഡ്സെറ്റിന് നൽകിയിരിക്കുന്നത്. നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്, നമുക്ക് കാണാം. അതിൻ്റെ ഒരു വാൾപേപ്പർ തന്നെയാണ് ഓപ്പോ ഇതിന് നൽകിയിരിക്കുന്നത്. iPhone 10ൻ്റെ കൃത്യം ഒരു എക്സാക്ട് ലുക്കുണ്ട്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ പോകുമ്പോൾ ഈ ഒരു ഫോൺ കൈ പിടിച്ചുകൊണ്ട് പോകണമെങ്കിൽ ആൾക്കാർ വിചാരിക്കും, ഓ iPhone 10 വലിയ കാശുകാരൻ്റെ എന്നൊക്കെ വിചാരിക്കും. അത്രയ്ക്ക് കൃത്യ ഒരു സൈസും ഷേപ്പും ഒക്കെയാണ് ഇതിന് ഓപ്പോ നൽകിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഇതിന് ഡ്യുവൽ ക്യാമറ ഫ്രണ്ടിലും സിംഗിൾ ക്യാമറ മുന്നിലാണ്. പിന്നീട് ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അത് ഫ്രണ്ടിൽ ഫ്ലാഷ് ഇല്ല എന്നാളാണ്. എന്തായാലും ഫ്ലാഷ് ഇല്ലെങ്കിലും നമുക്ക് സ്ക്രീൻ ഫ്ലാഷ് ഉണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്ക്രീനിൽ ഫ്രണ്ടിൽ നമുക്ക് നല്ല ഒരു ക്യാമറ 8 MB ആണെങ്കിലും നമുക്ക് നല്ല ഗുഡ് ക്വാളിറ്റി തന്നെ കിട്ടാറുണ്ട്. അത് നല്ലൊരു ക്യാമറ തന്നെയാണ്. എന്തായാലും നല്ലൊരു അത്യാവശ്യം നല്ല ആ ഒരു റേഞ്ചിൽ കിട്ടാൻ പറ്റുന്ന നല്ലൊരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡയറക്റ്റ് ഡിസ്ലൈക്ക് ചെയ്തോളൂ. പിന്നീട് നിങ്ങളുടെ ഒരു കമൻറ്റും അടുത്ത വീഡിയോയിൽ ഞാൻ എന്ത് ഇമ്പ്രൂവ് ചെയ്യണം, എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ട, ഞാൻ നല്ലതായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ഒരു ഗിവ് അവേയിൽ 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു സെൽഫി സ്റ്റിക്കിൻ്റെ ഒരു ഗിവ് അവേ ഞാൻ പറഞ്ഞിരുന്നു. അതിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഏകദേശം നമുക്കൊരു 30-35 കമൻറ്റ് കിട്ടിയിട്ടുണ്ട്. അത്രയൊന്നും പോരാ. എന്നാലും 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ എന്തായാലും ഒരു 200-300 കമൻറ്റൊക്കെ വേണം. എന്നാലും നമുക്ക് ഒരു ഭാഗ്യശാലിനെ നമുക്കൊന്ന് തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു സെൽഫി സ്റ്റിക്കാണ് നമ്മൾ അയാൾക്ക് നൽകാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനൽ പെട്ടെന്ന് 500 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് ഒന്ന് സഹായിക്കാം. എന്തായാലും ഓക്കെ, നമ്മൾ ഇന്നത്തെ ഈ ഒരു അൺബോക്സിങ് വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും പുതിയൊരു നല്ല വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.